ഇപ്പോൾ രാവിലെ നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഒരു 6 മണിയൊക്കെ ആകുന്നതേ ഉള്ളൂ. അപ്പോഴത്തെ ഇതാണ് മനോഹരമായ ഹംപിയുടെ ഒരു പ്രദേശം. അപ്പോഴത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ സൈഡിലാണ് കിടന്നുറങ്ങിയത്. ഇവിടെ ദേവീക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഹനുമാൻ്റെയും ഗണപതിയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നത് കാണാം. അതായത് ഇവിടെ തന്നെ ഉള്ള ഒരു കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന ശില്പങ്ങളാണ്. അപ്പോൾ രാവിലെ ഇവിടുന്ന് ഹംപിയിലേക്ക് യാത്ര ചെയ്യുകയാണത്. ആ മുമ്പിൽ കാണുന്ന മലകളൊക്കെ കണ്ടല്ലോ. ആ മുമ്പിൽ കാണുന്ന കല്ലുകൊണ്ടുള്ള മലയാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ കല്ലടുക്കി വെച്ചിരിക്കുന്നതല്ല. അതുപോലെ ഇതെങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നോക്കി, അപ്പോൾ ഇവിടുത്തെ വൃക്ഷപൂജയൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതെല്ലാം മലകളാണ്, കരിങ്കൽ മലകളാണ് ഇതിൻ്റെ മുകളിലെല്ലാം. അപ്പോൾ അവിടെ അങ്ങോട്ടെല്ലാം ഞാൻ രാവിലെ പോകാൻ തുടങ്ങുകയാണ്. ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ല. നോക്കി, അതിൻ്റെ പുറകിൽ ഒരു ട്രോളി കെട്ടിയിട്ട് ഇതുണ്ടോ, അയാളുടെ കാര്യങ്ങൾ, ആ വണ്ടിയിൽ കാര്യങ്ങൾ നടക്കും. നമ്മുടെ നാട്ടിലെങ്ങാനാണെങ്കിൽ ഇപ്പോൾ MVD പുറകെ വന്ന് ഓടിച്ചിട്ട് തല്ലിക്കൊന്നു. ഇതുണ്ടോ പോകുന്നു കേട്ടോ. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, അയാളുടെ ജീവിതമാർഗം അത് നശിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടി ഇവിടെ ഗവൺമെൻറ് ചെയ്യാറില്ല. അയാൾ ഈ ഗ്രാമത്തിലൂടെ ചെറിയ ചെറിയ പരിപാടികളാണ്. ഇവിടെയാണ് ഇപ്പോൾ അവിടെ വന്ന്, നമ്മുടെ നാട്ടിലായിരുന്നു അവിടെ വന്ന് ഇപ്പോൾ MVD പൊക്കി, പോലീസും പൊക്കി, അയാൾക്കൊരു 10,000 രൂപ ഫൈനും അടിച്ചു കൊടുത്തതിന്. വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോഴത്തെ ഈ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പതിയെ പോവുകയാണ്. ഇവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട്. അവിടെ നിന്ന് ചായയൊക്കെ രാവിലെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ നീങ്ങുകയാണ്. കുഞ്ഞി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. അവൾ ഉറക്കമാണ്. രാത്രി ഞാൻ ഫുഡ് കൊടുത്തിട്ട് കഴിച്ചില്ല. അതിന് ഞാൻ പാത്രത്തിൽ ഞാൻ ഫുഡ് വെച്ച് കൊടുത്തുകൊണ്ട് ആശാത്തി നല്ല സുഖമായിട്ട് ഭക്ഷിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് വെളിയിൽ ഇറക്കണം എന്നുണ്ട്. വെളിയിൽ ഇറങ്ങണോ അടി? ഇപ്പോൾ ഇറങ്ങണോ? അതങ്ങ് പോകുന്ന വഴിക്ക് ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. 6 മണി ആയതേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ പതിയെ നീങ്ങുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെയെല്ലാം നിറയെ കൽമണ്ഡപങ്ങളാണ് കേട്ടോ. അതിൻ്റെ അകത്തോട്ട് ഇതുവഴിയൊക്കെ കയറി പോവാം. ഇവിടെയൊക്കെ ഗേറ്റൊക്കെ തുറന്ന് കിടക്കുക. ഇതെല്ലാം സംരക്ഷിത മേഖലയാണ്. അതുകൊണ്ടാണ് മൊത്തമായിട്ടും മതിൽ പണിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിലെല്ലാം ഉണ്ട്. ഈ കല്ലൊക്കെ എങ്ങനെയാണ് അതിൻ്റെ മണ്ടയെ കൊണ്ട് അടുക്കി വെച്ചെന്നുള്ളതാണ് ആലോചിക്കുന്നത്. നോക്കിയാൽ വലിയ കോട്ട പോലെ പണിത് വെച്ചിരിക്കുകയാണ്. ഇവിടെ 2 സൈഡും അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മൊത്തമായും കൽമണ്ഡപങ്ങൾ തന്നെയാണ്. ക്ഷേത്രം കാണുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല. ഇതെല്ലാം അടച്ചിട്ടേക്കുക. അവിടെ ഒരു ക്ഷേത്രം കാണുന്നുണ്ട്. ഒരു ഹനുമാൻ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. പക്ഷെ വണ്ടി കൊണ്ടുപോകത്തില്ല, നടന്നു പോകാൻ വേണമെങ്കിൽ. ഇനിയാണ് തള്ളട തള്ള്, ഉന്തട ഉണ്ട്. വെച്ചിട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ ഒന്നും കാണിയല്ലെന്നുള്ളതാണ് സത്യം.
കടക്കാരോട് വല്ലതും ചോദിച്ചിട്ട് ആ സൈഡിൽ വല്ലതും കയറ്റി വെക്കാം. അങ്ങനെ ചോദിച്ചിട്ട് വെച്ചിട്ട് പോവാം. ടവറിൻ്റെ അവിടെ നിന്ന് ഒരു ചായയും കുടിച്ചാൽ ओके जी शुक्रिया. इसका नारियल लेके जाएगा. ये हीरा पड़ा है, कुछ नहीं बोल सकता है. അപ്പോഴത്തെ ഇവിടെ കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യമാണ്. അതാണ് ഒരു വലിയ പ്രശ്നം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇതിലെ ഒന്ന് കയറി ഇറങ്ങി ഒരു നന്ദിയുടെ പ്രതിമ ആ മുകളിലുണ്ട്. അവിടെ ഒരു ശിവലിംഗമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വള്ളിയിട്ട് കെട്ടിയിട്ട് നമുക്കങ്ങ് പോവാം. അതേ നടക്കും. ശ്രീകൃഷ്ണദേവരായ എന്ന മഹാനായ രാജാവ് നിർമ്മിച്ച കൃഷ്ണ ടെമ്പിളാണ് ഇത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചെന്നാൽ ഇവിടെ 7 ചന്തകളാണ് ഉണ്ടായിരുന്നത്. ഓരോ ക്ഷേത്രങ്ങളോടുമനുബന്ധിച്ച് 7 ചന്തകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ശ്രീകൃഷ്ണദേവരായ എന്ന ആ രാജാവ് കൂടുതലും വജ്രങ്ങളുടെയും രത്നങ്ങളുടെയും ഒരു മാർക്കറ്റാണ് ഇവിടെ നിർമ്മിച്ചിരുന്നത്. അതിനോടനുബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആഡംബരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ആ ക്ഷേത്രത്തോടനുബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് വജ്രങ്ങളുടെയും രത്നങ്ങളുടെയും വ്യാപാരം നടത്തിയിരുന്ന ഒരു വലിയ മാർക്കറ്റാണ്. എൻ്റെ മുൻപിൽ കാണുന്നത് ആ മാർക്കറ്റായിരുന്നു. കാലപ്പഴക്കം വന്ന് അത് കുറച്ചൊക്കെ നശിച്ചെങ്കിലും അത് ഭൂരിഭാഗവും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് താഴെ ഒരു മറ്റൊരു ക്ഷേത്രവും ഒരു ചെറിയ പുഷ്കരണി എന്ന പേരിലുള്ള ഒരു കുളവും അതിനോടനുബന്ധിച്ച് അതിൻ്റെ നടുവിലായി ഒരു കൽമണ്ഡപവുമുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലേക്ക് കടക്കുകയാണ്. ഇതിനുള്ളിൽ കാണുന്നതാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം. വളരെ മനോഹരമായ കൊത്തുപണികളോട് കൂടിയ ഒരു ക്ഷേത്രമാണിത്. ഗണപതി പീഠ. ഹംപിയിലെ തന്നെ ഏറ്റവും കൂടുതൽ കൊത്തുപണികളുള്ള ഒരു ക്ഷേത്രമാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം. ധാരാളം മണ്ഡപങ്ങളോട് കൂടിയ ഒരു ക്ഷേത്രമാണിത്. ഇവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യവും അതോടനുബന്ധിച്ച് തന്നെ വലിയ കുളങ്ങളും കിണറുകളുമൊക്കെ ഈ ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം വജ്രവ്യാപാരികൾ വന്നിരുന്ന ഒരു സ്ഥലമായതിനാൽ തന്നെ ഇത് വളരെ പ്രൗഢിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൃഷ്ണദേവരായർ എന്ന ആ മഹാരാജാവ് നിർമ്മിച്ച അതിമനോഹരമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഇതുണ്ടോ, ഇത് 3 ഭണ്ഡാരങ്ങളാണുള്ളത്. ഇത് തിരുപ്പതിയിലേക്ക് ഇവിടെ സംഭാവന സ്വീകരിച്ച് അവിടെ കൊണ്ടുപോയി കുതിരപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇവിടെ കൃഷ്ണദേവരായർക്ക്. അപ്പോൾ തിരുപ്പതിയുടെ ഒരു ഇതാണ്, ഒരു ശില്പങ്ങളാണ് ഇതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്നത്. ചിഹ്നങ്ങൾ, തിരുപ്പതിയുടെ ചിഹ്നങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന്
പണമായിട്ടും രത്നങ്ങളായിട്ടുമൊക്കെ ശേഖരിച്ചതിന് ശേഷം അത് കൊണ്ടുപോയി തിരുപ്പതിയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു രീതി ഈ കൃഷ്ണദേവരായരുടെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചന്ത. രത്നവ്യാപാരികളുടെ ചന്തയായിരുന്നു ഇത്. അപ്പോൾ ഈ നാട്ടിലെ തന്നെ ഏറ്റവും പണക്കാരനായ വ്യക്തിയായിരുന്നു ഈ കൃഷ്ണദേവരായ എന്ന ആ ഒരു രാജാവ്. അപ്പോൾ ഇവിടെ പുണ്യതീർത്ഥക്കുളമൊക്കെയുണ്ട്. അതായത് ഈ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പൂജയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്ന വെള്ളം എടുത്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഈ കുളത്തിൽ നിന്നാണ്. ഈ ശില്പങ്ങളൊക്കെ നശിച്ച് കിടക്കുന്ന കാണുമ്പോഴാണ് സങ്കടം. കാരണം എത്രയോ കോടികൾ മൂല്യമില്ലാത്ത സ്വത്തുക്കളാണ് ഈ കിടക്കുന്നത്. മൂല്യമില്ലാത്ത സ്വത്തുക്കൾ. കാരണം മൂല്യം ഇതിന് കണക്കാക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഇതായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഇതൊരു മാർക്കറ്റാണ്. രത്നവ്യാപാരികൾ വന്ന് ഇവിടെ ഇരുന്ന് രത്നങ്ങൾ വിറ്റിരുന്ന ഒരു മാർക്കറ്റാണ് ഈ കാണുന്നത്. രണ്ട് സൈഡ് മാർക്കറ്റ്, പാണ്ഡികശാല. അപ്പോൾ നമ്മൾ പോകുന്നത് ആ തീർത്ഥക്കുളത്തിലേക്കാണ്. തീർത്ഥക്കുളത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇത്രയും പാറ കോട്ട പോലെ നിൽക്കുന്ന സ്ഥലത്ത് മറ്റ് ശത്രുക്കൾക്ക് കടന്നു വരാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന രാജാവായിരുന്നായിരിക്കണം ഈ കൃഷ്ണദേവരായർ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ പ്രതാപകാലം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ കാലത്ത് സിമെൻറ്റിൽ പോലും നിർമ്മിക്കാൻ പറ്റാത്തടത്താണ് ഇവിടെയുള്ള ഈ കല്ലുകൾ ഉപയോഗിച്ച് ഇത്രയും വലിയ കോട്ടയും ഇത്രയും വലിയ കെട്ടും ഇത്രയും വലിയ മാർക്കറ്റും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ആ തീർത്ഥക്കുളത്തിലേക്കുള്ള വഴി. ഇതാ നടുക്ക് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമായതുകൊണ്ടാണ് നടുവിൽ തളം കെട്ടിയിട്ട്. ഇപ്പോൾ ഇതിൽ വെള്ളമില്ല കേട്ടോ, ഇത് വെള്ളമില്ലാത്ത അവസ്ഥയിലാണ്. ഇതാണ് ആ മണ്ഡപം, കൽമണ്ഡപം. ഇത് വെള്ളമൊഴുകി വന്ന് ഇതിലേക്ക് വീഴാനുള്ള ഇത് കല്ലുകൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാത്തിയാണ്. കൽപ്പടവുകൾ ധാരാളം നിർമ്മിച്ച് കുളത്തിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വേനൽക്കാലത്ത് ഇതിൽ വെള്ളം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിലൊരു സംശയമുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് വെള്ളമില്ലാത്തതായിരിക്കും. വേണ്ട, അതിൻ്റെ അകത്തൊരു മറ്റൊരു കുളമുണ്ട്. ചിലപ്പോൾ അതിൻ്റെ അകത്തു നിന്നായിരിക്കും വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. പല പല കെട്ടുകളും ഈ കുളത്തിൻ്റെ നടുവിലുള്ള ഈ മണ്ഡപവും. ഇപ്പോൾ അതെല്ലാം പ്രാവുകൾ അവർക്ക് താമസിക്കാനുള്ള ഇടമായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയുള്ളത് കാണേണ്ട കാഴ്ചയെന്ന് പറയുന്നത് ഈ കല്ലുകളൊക്കെ എങ്ങനെ ഇതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് അവരൊരു ഷേപ്പ് കണ്ട് നിർത്തിയതായിരിക്കാം. അതല്ല എങ്കിൽ ഇവിടെ ഉപയോഗിച്ച കല്ലുകളുടെ ബാക്കി ഭാഗം അവിടെ തന്നെ നിലനിർത്തിയതാവാം. ഏതായാലും അതും വളരെ മനോഹരമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ വലിയ വലിയ ഗുഹകളുണ്ട്. കയറിപ്പോകാൻ പറ്റില്ല, കാരണം അവിടെയെല്ലാം മതിലുകൾ കെട്ടിയിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ മുകളിൽ താഴോട്ട് ചൂട് വരാതിരിക്കാൻ വേണ്ടി കല്ലും മണ്ണും ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. പശയുള്ള മണ്ണാണ്. ഇപ്പോൾ അത് സിമെൻ്റൊക്കെ ഇട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പല ഭാഗങ്ങളും തകർന്നു വീഴുന്ന ലെവലിലാണ് നിൽക്കുന്നത്. വലിയ കൊത്തളങ്ങൾ. ഇവിടുന്നാണ് പൂജയ്ക്ക് കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. ഇതിൻ്റെ അടിയിൽ കൂടെ പോകാനൊരു ചെറിയ പേടി. കാരണം മറ്റൊന്നുമല്ല, അവിടെ രണ്ട് കമ്പിയിലൊക്കെയാണ് അത് നിർത്തിയിരിക്കുന്നത്. അപ്പോഴത്തെ ഇതെനിക്ക് തോന്നുന്ന അമ്പലത്തിലെ പൂജ കഴിഞ്ഞ് ഒഴുകി വരുന്ന വെള്ളം ഇവിടം വരെ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം മറ്റൊന്നുമല്ല, ഈ പാത്തി അങ്ങറ്റം വരെ പോകുന്നുണ്ട്. അമ്പലത്തിനുള്ളിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കണം. ഇതാ ഇവിടെ
ഒരു കൽമണ്ഡപം ഇവിടെ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ സ്നാനത്തിന് വരുന്നവർക്ക് വിശ്രമിക്കാനുള്ള കൽമണ്ഡപമായിരിക്കും. ഏതായാലും അന്നത്തെ കാലത്ത് വളരെ കാര്യമായിട്ട് സംരക്ഷിച്ചിരുന്ന ഒരു സംഗതിയാണിത്. ഇതിൻ്റെ നടുവിലൊക്കെയുള്ള കൊത്തുപണികൾ കണ്ടോ. വ്യാപാരം നടത്തിയിരുന്ന മാർക്കറ്റാണിത്. അതിനുള്ളിലൂടെയാണ് ഞാൻ പോകുന്നത്. കല്ലിൽ തീർത്തിയ ഒരു മാർക്കറ്റ്. രണ്ട് സൈഡും ഇതുപോലെ തന്നെയാണ്. രണ്ട് സൈഡിലും ഇപ്പോൾ തകർന്ന് നിൽക്കുന്ന ഒരു രീതിയിലാണ് കാണപ്പെടുന്നത്. ഇതാണ് ആ അമ്പലം, ശ്രീകൃഷ്ണ ടെമ്പിൾ. വളരെ മനോഹരമായൊരു അമ്പലം. അതിനോടനുബന്ധിച്ച് തന്നെ ഈ മാർക്കറ്റും ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇതാ ഇവിടെ ഒരു നന്ദിയുടെ രൂപം കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്തും കൽമണ്ഡപങ്ങളാണ് മുഴുവൻ. ധാരാളം കൽമണ്ഡപങ്ങൾ. ഇതൊക്കെ വ്യാപാരത്തിനായിട്ട് ഉപയോഗിച്ചതും വിശ്രമിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതുമായ സ്ഥലങ്ങളാണ്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഞാൻ പറഞ്ഞ രത്നവ്യാപാര കേന്ദ്രം. ഇവിടെ ധാരാളം അണ്ണാന്മാരുണ്ട് കേട്ടോ. അണ്ണാന്മാരുടെ കളിയാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ ഡാർക്ക് കളറല്ല, ഈ ഒരു കല്ലിൻ്റെ കളറിലുള്ള അണ്ണാന്മാരാണ്. അപ്പോൾ ദേ ഇത് കണ്ടോ, ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയുണ്ട്. ഇതിൻ്റെ പുറകിലേക്കുള്ള കാഴ്ച. ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം.